കർണാടകയിലെ വ്യാജ നേഴ്സിംഗ് പഠനം നിരവധി അനവധി നേഴ്സിംഗ് കോളേജുകൾക്കെതിരെയും ആയിരക്കണക്കിന് വിദ്യാർത്ഥികൾക്കെതിരെയും വാപ്സി എന്ന സംഘടന കേന്ദ്ര സർക്കാരിന്, പ്രധാനമന്ത്രിക്ക്, അമിത്ഷാജിക്ക്, കേന്ദ്ര ആരോഗ്യ മന്ത്രാലയം മുതലായവർക്ക് പരാതി സമർപ്പിച്ചു. ഞാൻ കഴിഞ്ഞൊരു വീഡിയോ പറഞ്ഞിരുന്നു, ഈ പരീക്ഷ വരുന്ന 12-ാം തീയതി നടക്കാൻ പോകുന്ന പോസ്റ്റ് ബേസിക് BSc നേഴ്സിംഗ്, MSc നേഴ്സിംഗ് മുതലായ കോഴ്സുകളിൽ ക്ലാസ്സിൽ കയറാതെ, പ്രാക്ടിക്കൽ ഇല്ലാതെ ഉടായ്പ പഠിക്കുന്ന വിദ്യാർത്ഥികൾ, ഉടായ്പ പഠിക്കുന്നു എന്ന ആരോപണം നിലനിൽക്കുന്ന വിദ്യാർത്ഥികൾ പരീക്ഷയിൽ നിന്ന് വിട്ടുനിൽക്കണം. ജയിലിൽ പോകാൻ അവസരം കൊടുക്കരുത് എന്ന് ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു. ആരും കേട്ടില്ല. ഇൻസ്റ്റഗ്രാമിലും യൂട്യൂബിലും ഒക്കെ ഒരുപാട് പേര് എന്നെ അങ്ങോട്ട് തെറി പറഞ്ഞു, ചീത്ത പറഞ്ഞു. ഒന്നുമില്ല, ഒരുത്തനും ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. നിങ്ങളെ സഹായിക്കുന്ന ആര് സഹായിക്കും? ഏജന്റുമാരോ? ചെല്ല്. അതോ മാനേജ്മെന്റോ? പിന്നെ അതോ അവിടെ ഇരിക്കുന്ന രാജീവ് ഗാന്ധി ആരോഗ്യ യൂണിവേഴ്സിറ്റി വൈസ് ചാൻസലറോ? ഒതളങ്ങ പരാതി പോയിരിക്കുന്ന മേളോട്ടാ. കൂടുതൽ അറിയണമെങ്കിൽ ഒരു കാര്യം ചെയ്തു. 2025 ഡിസംബർ 10-ാം തീയതി സന്ധ്യയ്ക്ക് 5 മണിക്ക് ഞാൻ സ്റ്റുഡിയോയിൽ നിന്ന് ഒരു ലൈവ് സെമിനാർ നടത്തുന്നുണ്ട്. നിങ്ങൾക്കൊക്കെ താല്പര്യമായിട്ട് ഒന്ന് പങ്കെടുത്തു. ഏതെല്ലാം കോളേജിൻ്റെ പേരിൽ, ഏതെല്ലാം വിദ്യാർത്ഥികളുടെ പേരിൽ പരാതി പോയിട്ടുണ്ടെന്നുള്ള കാര്യം കൂടെ ഒന്ന് മനസ്സിലാക്കിയിരുന്നോ. ആ ജയിലിലോട്ട് പോകുന്ന വഴിയൊക്കെ ഒന്ന് വെട്ടിത്തെളിച്ചിട്ടാൽ അവിടെ ചെല്ലാം, സുഖമായിട്ട് അവിടെ കഴിയാം. വിദേശത്തിരുന്നുകൊണ്ട് പഠിക്കാതെ ഇവിടെ വന്നിരിക്കുന്നവരുടെ കാര്യം ഞാൻ നേരത്തെ പറഞ്ഞു. എക്സ്റ്റേണൽ അഫയേഴ്സ് മിനിസ്ട്രിയുടെ കൈവശം നിങ്ങളുടെ പാസ്പോർട്ടിൻ്റെ മുഴുവൻ രേഖകളുമുണ്ട്. അതൊക്കെ ഒന്ന് ഓർത്തിരുന്നോ. ഇതൊക്കെ പങ്കെടുത്തോ. ഒരു തമാശന് ഇതൊക്കെ ഞാൻ വെറുതെ പറയുന്നതാണെന്നല്ലേ. ആയിക്കോട്ടെ, ഒന്ന് ശ്രദ്ധിച്ചിരുന്നാൽ നാളെ നിങ്ങൾക്കും രക്ഷപ്പെടാം. വിട്ടുനിൽക്കുക. കൂടുതൽ വിവരങ്ങൾ ഞാൻ അന്നേ ദിവസം പറഞ്ഞു തരാം. താല്പര്യമുള്ളവരൊക്കെ ഒന്ന് ചാനൽ സൗകര്യമുണ്ട് സബ്സ്ക്രിപ്ഷൻ എടുത്തു, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റൊക്കെ സ്ഥിരം പറയുന്നു. കുറേ ഉഴപ്പാളികൾ ഉണ്ടല്ലോ സ്ഥിരമായിട്ട് കമൻറ്റ് പറഞ്ഞു. അവരൊക്കെ വരട്ടെ. പുതിയ അപ്ഡേഷനുമായിട്ട് വീണ്ടും വരാം. നന്ദി, നമസ്കാരം.